വൈകുന്നേരം ആയപ്പോഴത്തേക്കും വാപ്പാക്കുള്ള കട്ടനൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി കട്ടനിലോട്ട് ചായക്ക് പാലൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വീട്ടിൽ ഉമ്മായും വാപ്പായും ചായ കുടിക്കത്തില്ല, അവർക്ക് കട്ടൻ ചായ, എനിക്ക് ഇക്കാക്ക് പിള്ളേർക്കുമാണ് ചായ. അപ്പോൾ ചായക്കുള്ള പാലൊക്കെ കറക്റ്റായിട്ട് അളന്നൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ നേരെ കയ്യുടനെ ആ പാല് കൊണ്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച്. ഇല്ലെങ്കിൽ എനിക്കതങ്ങ് മറന്നു പോകും. കാരണം നമ്മളവിടെ ഞാൻ മാത്രമാണ് ചായ ഇടുന്നതും ഒക്കെ ചെയ്യണം. അപ്പോൾ ഉമ്മയാണ് ചെയ്യണമെങ്കിൽ അവർ കയ്യുടനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും, ഞാനാണെങ്കിൽ മറന്നു പോകും. പിന്നീട് അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് ചായ ഇടുമ്പോഴത്തേക്ക് പാല് വേറെ വെള്ളം വേറെ ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും ഇരിക്കുക, പിരിന്ന് പോകും. അതുകൊണ്ട് കയ്യടനെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്ന് പഞ്ചസാരയൊക്കെ ഇട്ട് തേയിലയൊക്കെ ഇട്ട് സംഭവം തിളയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്നപ്പോഴത്തേക്കും ഒരു മുട്ടായി അവിടെ വെറുതെ ഇരിക്കുന്നു. ആർക്കും വേണ്ടെങ്കിൽ ഞാൻ തിന്നാം, അതിനെ അടുത്തങ്ങ് വായിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും ചായയൊക്കെ ഒഴിച്ച് കുടിച്ച് കട്ടണം ഇട്ടുകൊണ്ട് പോയപ്പോഴത്തേക്കും വാപ്പ എണീറ്റ് റോഡിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഉമ്മയും പിള്ളേരുമായിട്ടൊക്കെ ചായ കുടിച്ചിരിക്കുക നല്ല ഉറക്കത്തിലായിരുന്നു. അവരൊക്കെ ഉറങ്ങട്ടെ, ഉറക്കം എണീറ്റ് കഴിയുമ്പോഴത്തേക്കും അവരവരെ പങ്ക് ചായയല്ലേ കുടിക്കത്തുള്ളൂ. അതിന് എന്തായാലും അടച്ചു വെച്ചിട്ട് ഞങ്ങൾ കുടിച്ചു. പിന്നെ മാരിബൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടി നേരെ വന്ന് നിന്നത് ആരുടെ മിഷൻ ആശുപത്രിയുടെ ഫ്രണ്ടിലായിരുന്നു. ഋതാങ്കുട്ടന് അത്യാവശ്യം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചുമയും നല്ല ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. ഉച്ചത്തെ ഐസ്ക്രീമാണെന്ന് ഞങ്ങൾക്കറിയാം, കാരണം റംസാന് കൊടുക്കുമ്പോഴത്തേക്ക് ഇവന് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഇവനത് കുടിക്കാതിരുന്നിട്ട് കരച്ചിലും ബഹളം, അങ്ങനെയാണ് ഒരെണ്ണം മേടിച്ചു കൊടുത്തത്. പക്ഷേ അത് വല്ലാതെ പണിയായിപ്പോയി. അവനെ കണ്ട ഉടനെ ഡോക്ടർ പറഞ്ഞു വേറെ ഒന്നും ചെയ്യേണ്ട, 3 ദിവസത്തേക്ക് ആവി പിടിച്ചേക്കാൻ പറഞ്ഞു. പിന്നെ ഒരു ലോഡ് മരുന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ആവി പിടിക്കാൻ കൊണ്ടിരുത്തിയപ്പോഴേ അവന് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി എല്ലാ സംഭവങ്ങളും കൊണ്ട് വരുമ്പോഴത്തേക്കും ആശ വിളിയും ബഹളമൊക്കെ തുടങ്ങി. പിന്നെ ഒരുവിധം ആവിയൊക്കെ പിടിച്ച് നേരെ വീട്ടിലെത്തി. വന്ന് മേല് കഴുകിയപ്പോഴൊന്നും സമാധാനം കിട്ടി. കാരണം അവിടെ ഇന്ന് എന്നും കിട്ടുന്നതിനേക്കാളും അരട്ടാക്ക് വെള്ളമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ കുളിക്കലും നനയ്ക്കലൊന്നും നടന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് മേലൊക്കെ കഴുകി പുറത്ത് വന്നപ്പോഴത്തേക്കും ഹാളിലൊരു വലിയ കവറിരിക്കും. എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കും മിക്ക വീടുകളിലും റമദാന് മുമ്പേ കാണുന്ന പരിപാടി തന്നെയാണ് അരി, മല്ലി, മുളക് ഇതൊക്കെ ഒന്ന് പൊടിക്കുക. സംഭവം നമ്മളെ വീട്ടിലുണ്ടെങ്കിലും റമദാന് മുന്നേ ഇതൊക്കെ ഒന്ന് പൊടിച്ച് വെക്കുന്നത് ഒരു ബറക്കത്താണ്. അപ്പോൾ എൻ്റെ വീട്ടിലും സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഉമ്മയും പിള്ളേരൊക്കെ ആയിട്ടിരുന്ന് ദോശയൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു.